ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 മർത്തമറിയാം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അധ്യായം 7 വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ. എബ്രായർ 13 അധ്യായത്തോടു കൂടി ലേഖനം അവസാനിക്കുകയാണ്. എബ്രായർ 13 അധ്യായമാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായമായി ക്രമീകരിച്ചിരിക്കുന്നത്. പരസ്പരം വലിയ ബന്ധമില്ലാത്ത ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്ന പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ലേഖനം. സഹോദര സ്നേഹം, അതിഥി സൽക്കാരം, തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി, വിവാഹ ജീവിതത്തിലെ വിശുദ്ധിയും വിശ്വസ്തതയും, ധനാസക്തിയില്ലായ്മ, ജീവിത സംതൃപ്തി തുടങ്ങി നിത്യജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തിയാണ് ഈ ലേഖനം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി സഹോദര സ്നേഹം. നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാകണം. രക്ഷിക്കപ്പെട്ടവർ ദൈവമക്കളാണ്. അവർ അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും വേണം. അന്യോന്യം ഉപദ്രവിക്കുന്നവരാകരുത്. യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ ലക്ഷണം അതാണ്. അന്യോന്യം ക്ഷമിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നാം പ്രതിഫലിപ്പിക്കുന്നത് സഹോദര സ്നേഹത്തിലൂടെയാണ്. രണ്ടാമതായി അതിഥി സൽക്കാരം. നാം അതിഥി സൽക്കാരത്തിന് ഉത്സാഹമുള്ളവരാകണം. സഹോദര സ്നേഹമുള്ളവർക്കാണ് അത് സാധ്യമാകുന്നത്. അപരിചിതരോടുള്ള അതിഥി സൽക്കാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫീലക്സീനിയ എന്ന പദത്തിൻ്റെ അർത്ഥം അതിഥി സൽക്കാരം എന്നാണ്. അപരിചിതരെ സ്വീകരിക്കുക എന്നതാണ്. അതിഥി സൽക്കാരം മൂലം അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം വലുതാണ് എന്ന് നാം വായിച്ചിട്ടുണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്യുന്നതാകുന്നു എന്ന വചനം മത്തായി സുവിശേഷത്തിൽ നാം കാണുന്നു. മാലാഖമാരെ സഹകരിച്ചവരെക്കുറിച്ചുള്ള പരാമർശം അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ചുള്ളതാണ്. അതും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. മൂന്നാമതായി നാം തടവുകാരായ സഹോദരന്മാരോട് സഹതാപം കാണിക്കണം. അവർ ഒരു ശരീരത്തിൻ്റെ അംശികളാകിയാൽ നാമും അവരുടെ സാഹചര്യത്തിലാണ് എന്ന ബോധ്യത്തിൽ അവരെ നാം കരുതണം. അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. പൗലോസിനെ ശുശ്രൂഷിച്ച ഒനേസിഫോറസിൻ്റെ ഹൃദയം നമുക്കുണ്ടാകണമെന്നാണ് ഇവിടെ പറയുന്നത്. നാലാമതായി ദൈവമക്കൾ ക്രിസ്തീയ സ്നേഹം കുടുംബജീവിതത്തിൽ പ്രകടിപ്പിക്കണം. ഭാര്യ-ഭർതൃബന്ധത്തിൽ നിർമ്മലതയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കണം. വിവാഹ കൂദാശയും കുടുംബജീവിതവും പവിത്രമായി കരുതണം. വിവാഹബന്ധം ദൈവത്തോടുള്ളൊരു വിശുദ്ധ ഉടമ്പടിയാണ്. അത് നിസ്സാരമായി കാണുവാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല. അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യരുത്. വിശ്വാസികൾ ദ്രവ്യാഗ്രഹം വെടിയണം. മനുഷ്യനെ ലോകത്തിൽ തളച്ചിടുന്ന ധനാശക്തി ക്രൈസ്തവ ജീവിതത്തിന് തടസ്സമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നുവെന്ന് 1 തിമോഥെയോസ് 6:10 പറയുന്നു. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയമെന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിലും നമ്മെ ഓർപ്പിക്കുന്നു. ആറാമതായി വിശ്വാസികൾ ഉള്ളതുകൊണ്ട് തൃപ്തരാകണം. നമ്മുടെ ആവശ്യങ്ങൾ നൽകുവാൻ കർത്താവ് മതിയായവനാണ്. ഉള്ളതിൽ തൃപ്തി ഉള്ളവർക്ക് മാത്രമേ ദൈവസാന്നിധ്യബോധവും സംരക്ഷണവും ലഭിക്കുകയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷ്യജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന 2 വേദഭാഗങ്ങൾ ലേഖനകർത്താവ് ഉദ്ധരിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. രണ്ടാമതായി കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? യഹൂദ പാരമ്പര്യപ്രകാരം കൂടാര പെരുന്നാൾ ദിവസം ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കാറുണ്ട്. എബ്രായർ 13 അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം? സഹോദര സ്നേഹം, അതിഥി സൽക്കാരം, തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി, വിവാഹ ജീവിതത്തിലെ വിശുദ്ധിയും വിശ്വസ്തതയും, ധനാസക്തിയില്ലായ്മ, ജീവിത സംതൃപ്തി. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെ? സഹോദര സ്നേഹത്തിലൂടെ. ഫീലക്സീനിയ എന്ന പദത്തിൻ്റെ അർത്ഥം അതിഥി സൽക്കാരം അഥവാ അപരിചിതരെ സ്വീകരിക്കുക. ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ നാം ആദ്യമേ ഓർക്കുക. വിശ്വാസികൾ ദൈവവചനം പ്രസംഗിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത നേതാക്കളെ ഓർക്കണം. അവർ വാങ്ങിപ്പോയവരെങ്കിലും അവരുടെ ഓർമ്മ സജീവമാണ്.
അവരുടെ വിശ്വാസവും അധിഷ്ഠിത ജീവിതവും തലമുറകൾക്ക് മാതൃകയാണ്. അവരെ ഓർത്താൽ മാത്രം പോരാ, പിന്നെയോ അവരുടെ വിശ്വാസം അനുകരിക്കുകയും വേണം. യേശുക്രിസ്തു കാലാതീതനാണ്. ഇത് ക്രിസ്തുവിൻ്റെ അതുല്യതയാണ്. ലോകത്തിനുള്ളതെല്ലാം കാലത്തിനനുസരിച്ചുള്ളതാണ്. മരണം കൊണ്ട് അവ മാറ്റപ്പെടുന്നു. എന്നാൽ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ തലമുറകളുടെ ദൈവമാകുന്നു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും അവനിലാണ്. അവൻ്റെ സ്നേഹവും ജ്ഞാനവും ശക്തിയും നിത്യമാണ്. അവൻ പുരോഹിതനും പ്രവാചകനും രാജാവുമായി എന്നേക്കും വാഴുന്നു. തലമുറകളായി അവൻ നമ്മുടെ സങ്കേതമാകുന്നു എന്നുള്ള ഒരു പ്രബോധനം നമ്മളിൽ ഉണ്ടാകണം. വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരാകണം. ദുരാചാരങ്ങളും വേദവിപരീതവും വിശ്വാസങ്ങളുടെ ഇടയിൽ പാടില്ല. യഹൂദ മതത്തിലെ ചില അവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നും അതിനെക്കുറിച്ചും ലേഖനകർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ യവനന്മാരുടെ ചില ഭക്ഷ്യ നിബന്ധനകളും ഇവിടെ സൂചിതമാണ്. ക്രിസ്തുവും അവൻ്റെ പ്രബോധനവും മാറ്റമില്ലാത്തതാകിയാൽ അതിന് വിരുദ്ധമായ പ്രബോധനങ്ങൾ നാം ശ്രദ്ധിക്കരുത്. ഭക്ഷണപദാർത്ഥങ്ങളിലുള്ള വിവേചനം നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുകയില്ല. നമ്മെ ശുദ്ധമാക്കുന്നതും അശുദ്ധമാക്കുന്നതും ദൈവകൃപയാണ്. ക്യാരീസ്, എവുകാരിസ്തിയ, വിശുദ്ധ കുർബാന എന്നൊക്കെ ഇവിടെ അർത്ഥമാക്കുന്നു. വിശുദ്ധ കുർബാന എന്ന യഥാർത്ഥ യാഗവും ഭക്ഷണവും നമ്മെ ശുദ്ധവും ശക്തവുമാക്കും. നമുക്കൊരു ബലിപീഠമുണ്ട്. അത് ക്രിസ്തുവാണ്. ക്രിസ്തു യാഗമായ കുരിശാണ്. കർത്താവിൻ്റെ കുരിശുമരണം ഒരിക്കൽ എന്നേക്കുമുള്ള ബലിയാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നാം ആ യാഗത്തിൽ വർത്തമാനകാലത്തിൽ പങ്കാളികളാകുന്നു. നമുക്കൊരു മഹാപുരോഹിതനുള്ളതുപോലെ ഒരു ബലിപീഠവുമുണ്ട്. അത് കർത്താവും കർത്താവിൻ്റെ ക്രൂശുമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലൂടെ നാം കർത്താവിലും കർത്താവിൻ്റെ ക്രൂശിലും പങ്കാളികളാകുന്നു. അവിടെ കൂടാരവാസികൾക്ക് ഭക്ഷിക്കുവാൻ അവകാശമില്ല എന്നത് യഹൂദന്മാരെയോ അവിശ്വാസികളെ ഉദ്ദേശിച്ചാകാം എഴുതിയിരിക്കുന്നത്. നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക. പാപപരിഹാര ദിവസത്തിലെ യാഗവുമായി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ലേഖകൻ ശ്രമിക്കുന്നതായി പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ലേവ്യപുസ്തകം 16:27 പാപപരിഹാര ദിവസം മൃഗത്തെ കൂടാരവാതിക്കൽ വെച്ച് കൊല്ലുകയും അതിൻ്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്മേൽ തളിക്കുകയും ചെയ്യുന്നതായി വായിക്കുന്നു. ജനങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടിയുള്ള ബലിവസ്തു ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ചാണ് അർപ്പിച്ചത്. യേശുക്രിസ്തു സഹിച്ച അപമാനത്തിൻ്റെ പാരമ്യത ആയിരുന്നു അത്. ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്ന വിശ്വാസികളും കൂടാരത്തിന് പുറത്തു വെച്ചു അവനോടൊപ്പം അപമാനം സഹിക്കുവാൻ തയ്യാറാകണം. വിശുദ്ധ കുർബാനയിൽ സമ്മേളിക്കുന്ന വിശ്വാസികൾ ജീവിതത്തിൽ നേരിടുന്ന പീഡകളെയും അപമാനങ്ങളെയും സഹിക്കുവാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവർ നന്മ ചെയ്യുക എന്ന ബലി അർപ്പണവും മറക്കരുത്. നാം ഇവിടെ പരദേശികളായതുകൊണ്ട് നമുക്കിവിടെ ശാശ്വതമായ നഗരമില്ല. വിശ്വാസവീരന്മാരായ പൂർവികർ ഈ ബോധ്യം ഉൾക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. നാമും ആ ബോധ്യത്തോടുകൂടി ജീവിക്കണം. വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് ലേഖനം സമാപിക്കുന്നത്. മൺമറഞ്ഞു പോയവരെ ഓർത്ത് അവരുടെ സത്യവിശ്വാസം അനുകരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചതിൻ്റെ കൂടെ ജീവനോടിരിക്കുന്ന സഭാ നേതാക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുവാനും വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് അവസാന ഭാഗത്തിൽ കാണുവാൻ കഴിയും. വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ആരാധനയിൽ മുഴങ്ങിക്കേൾക്കുന്ന ആശീർവാദം നൽകിയും തിമോത്തിയോസ് കാരാഗൃഹത്തിൽ നിന്ന് മോചിതനായ പരാമർശം നടത്തിയും സമാപന ആശീർവാദത്തോടെയും ലേഖനം അവസാനിപ്പിക്കുന്നു. പൗലോസിനെ ശുശ്രൂഷിച്ച തടവുകാരൻ ഒനേസിഫോറസ് സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. ദ്രവ്യാഗ്രഹം ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷ്യജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന 2 വേദവാക്യങ്ങൾ. 1. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യോഹന്നാൻ 1:5. 2. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? സങ്കീർത്തനം 18:6. സത്യബോധനം കാത്തു സൂക്ഷിക്കാനായി നാം മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യങ്ങൾ: 1. ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക. 2. യേശുക്രിസ്തു കാലാതീതൻ. 3. വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരാകണം. 4. നമുക്കൊരു ബലിപീഠമുണ്ട്. അത് ക്രിസ്തുവാണ്. ക്രിസ്തു യാഗമായ കുരിശാണ്. 5. നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക. 6.
വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരാകണമെന്ന് അഭ്യർത്ഥനയും. ഇതോടുകൂടി നാം എല്ലാ അധ്യായങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഏറെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും വിജയാശംസകൾ.